വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്. വെൽക്കം ബാക്ക് ടു RJ Vlogs. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷം? ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഓൺ ദ വേ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പോണത് എവിടെയെന്ന് വെച്ചാല് ലുസൈൽ മറീന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. ഇപ്പൊ ഇവിടെ ഭയങ്കര പൊടിക്കാറ്റൊക്കെ ഉള്ള ഒരു സമയമാണ്. വൈകുന്നേരങ്ങളിലല്ല, രാവിലെ മുതൽ തന്നെ നല്ല പൊടിക്കാറ്റാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പുറത്തൊന്നും പോവാൻ പറ്റില്ല. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പൊ പിള്ളേരൊക്കെ ബാക്കിലുണ്ട്. അപ്പോ വീഡിയോക്ക് പോണതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. കോർണിഷിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ലുസൈൽ മറീന ഉള്ളത്. ലുസൈലിൻ്റെ ഹാർട്ട് ഓഫ് ദി സിറ്റി എന്നാണ് ലുസൈൽ മറീന അറിയപ്പെടുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഫസ്റ്റ് ഗൾഫ് മറീനയാണ് ലുസൈൽ മറീന. ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തി കാർ പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പേരാണ് കത്താര ടവേഴ്സ്. ഇതാണ് ശരിക്കും ലുസൈൽ മറീനയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് പാർക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് അങ്ങ് ഉള്ളിലേക്കായിട്ട് നടക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് ഈ ബിൽഡിങ്ങുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പണികളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഡിഫറൻസ് പോലെ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. പിന്നെ അന്ന് നമ്മൾ ഒന്നും കൂടിയും ഇരുട്ടായിട്ടാണ് വന്നത്, ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഇത്ര വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അടുത്തെത്തിയിട്ടാ അതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നല്ല തണുപ്പുണ്ട്. അന്ന് കുറച്ച് തണുപ്പ് കൂടുതലുള്ള ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചെന്ന പാടൊന്നും നമുക്ക് അത്ര അങ്ങ് ഫീലായില്ല. പക്ഷെ പിന്നെ ഇങ്ങനെ ഇരുട്ടാവും തോറും നല്ല തണുപ്പ് കൂടുതലായി. പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിണ്ടായി. ഇവിടെ ഇങ്ങനെ ഒരുപാട് അങ്ങ് നടക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ കുട്ടികൾക്ക് കാണാനും കളിക്കാനൊക്കെ പറ്റിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങോട്ട് നടക്കാം. ഇപ്പോൾ ഇരുട്ടാവും തോറും ലൈറ്റ്സൊക്കെ ഓണായി. അപ്പോൾ ശരിക്കും ഒന്നും കൂടിയും ഭംഗിയായി. ഇനി നമ്മളിതിങ്ങനെ നടക്കുകയാണ്. ഇതിങ്ങനെ റൗണ്ടിലാണ്. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ വാട്ടറിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് അത് (2018) ലുസൈൽ മറീന ഇനാഗുറേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്നുണ്ടാവും നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല സെറ്റാണ് കാണാൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ടൈമിൽ വരിക നല്ലതൊരു വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലൈമറ്റും ആയിരിക്കും, പിന്നെ നല്ല വ്യൂസും ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ലൈറ്റിംഗ് നമുക്ക് പകൽ വന്നാൽ കിട്ടില്ല. കാരണം നല്ല ചൂടും നല്ല വെളിച്ചമുള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും ഇത് കിട്ടില്ല, ഇത്ര ഭംഗി കാണാൻ പറ്റില്ല.
അപ്പോൾ എപ്പോഴും ഒരു വൈകിട്ട് രാത്രി സമയങ്ങളൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ കിട്ടും, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പം നല്ല കുറച്ച് തണുപ്പുള്ള ഒരു സമയമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചൂടൊന്നുമില്ല കേട്ടോ, നല്ലൊരു ക്ലൈമറ്റുമാണ്. അപ്പോൾ ആ ഭാഗത്ത് ഇനിയുണ്ട് ഒരുപാട് കാണാൻ. മുന്നേ ഒക്കെ കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കളിക്കാൻ പറ്റുമായിരുന്നു, എല്ലാവർക്കും പോയി നിന്നിട്ട് വെള്ളത്തിലൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊന്നും അവർ അലൗഡ് ചെയ്യണില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കോവിഡ് വന്നതിൻ്റെ ശേഷമായിരിക്കും അത് നല്ലോണം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങനെ അവിടെ കളിക്കാനോ എന്നുള്ള പെർമിഷനില്ല. അതുപോലെ തന്നെ കുറേ വ്യത്യാസങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആർക്ക് ടെറാ ഷേപ്പിലായിട്ട് ഇങ്ങനെ ഒരു വെള്ളം പോകുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പാസ് ചെയ്യാൻ പറ്റിയിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടികളെ അധികം ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇത് നല്ല ഭംഗി, ഇതിങ്ങനെ കളറ് മാറി 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 വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവർ നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയിലുള്ള അതിലൊക്കെ കളിച്ചിട്ട് മക്കൾ നല്ലോണം നനഞ്ഞു അപ്പോഴത്തേനും. പിന്നെ അവർക്ക് ഒന്നും നിൽക്കാൻ പറ്റാത്ത അത്രയും തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നൊക്കെ ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്കിനി നല്ല വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പൊ ഭയങ്കര തണുപ്പായി, ഇനി നമുക്ക് എന്തായാലും പോവാം. പിന്നെ ഇവരൊക്കെ വെള്ളത്തിൽ കളിച്ചിട്ട് ആകെ മരവിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് RJ Vlogs. ബൈ ബൈ.